കുട്ടികൾക്ക് ഇടയ്ക്കിടയ്ക്ക് അസുഖം വരുന്നു. ഡോക്ടറോട് ചോദിക്കാൻ പറയുന്നു കുട്ടിക്ക് രോഗപ്രതിരോധ ശേഷി കുറവാണ്. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി 8 കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്നാമത്തത്, കുട്ടികളെ അടച്ചിട്ട് വളർത്തരുത്. അത്യാവശ്യം വെയിലും ചെറിയ മഴയുമെല്ലാം കൊണ്ട് വെയിലത്തും മഴയത്ത് ഓടിക്കളിച്ച് വളരുന്ന കുട്ടികൾക്ക് അടച്ചിട്ട് AC മുറിക്കകത്ത് വളരുന്ന കുട്ടികളെ അപേക്ഷിച്ച് രോഗപ്രതിരോധ ശേഷി കൂടുതലായിരിക്കും. രണ്ടാമത്തത്, കുട്ടികൾക്ക് പോഷകം, ഒരു കംപ്ലീറ്റ് ഭക്ഷണം നൽകുക. അതായത് ആവശ്യത്തിന് പ്രോട്ടീനുകൾ, മീൻ, ഇറച്ചി, മുട്ട, പയറ്, കടല, പരിപ്പ്, പച്ചക്കറികൾ, ഇലക്കറികൾ, ആവശ്യത്തിന് കോംപ്ലക്സ് കാർബ്. അതായത് നിങ്ങൾ വെള്ള അരി കൊടുക്കുന്നതിന് പകരം തവിടുള്ള അരി ഉപയോഗിക്കുക, മൈദ ഉപയോഗിക്കുന്നതിന് ഗോതമ്പ് ഉപയോഗിക്കുക. ഇങ്ങനെ ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഫുഡ് ബേസിസിൽ നൽകാനായിട്ട് നോക്കുക. രോഗപ്രതിരോധ ശേഷി കൂട്ടുന്ന ഭക്ഷണങ്ങൾ മൂന്നാമത് നൽകുക. പ്രതിരോധ ശേഷി കൂട്ടുന്ന ഭക്ഷണം എന്ന് പറയുമ്പോൾ പാക്കറ്റിൽ കിട്ടുന്ന കലക്ക് പൊടികളല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ കുട്ടികളുടെ കുടലിനകത്ത് ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകളെ വളർത്തി കഴിഞ്ഞാൽ തന്നെ പ്രതിരോധ ശേഷി നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യും. അതിനുവേണ്ടി കൊടുക്കേണ്ടത് പ്രീബയോട്ടിക്, പ്രോബയോട്ടിക് ഭക്ഷണങ്ങളാണ്. പ്രോബയോട്ടിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, തൈര്, മോര് പോലുള്ള ഭക്ഷണങ്ങൾ, യോഗേർട്ട് പോലുള്ളവ അവർക്ക് നൽകാനായിട്ട് നോക്കുക. പ്രീബയോട്ടിക് എന്ന് പറഞ്ഞാൽ ഈ ബാക്ടീരിയകൾക്ക് വേണ്ട ഭക്ഷണമാണ്. പച്ചക്കറികൾ, ഇലക്കറികൾ, നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ, പഴവർഗ്ഗങ്ങൾ നൽകിക്കഴിഞ്ഞാൽ അവ മികച്ച പ്രീബയോട്ടിക് ഭക്ഷണമാണ്. അടുത്തത്, കുട്ടികൾക്ക് ആവശ്യത്തിന് വേണ്ട ജലാംശം, പ്രത്യേകിച്ച് കുട്ടികൾക്ക് 1-1.5 ലിറ്റർ വെള്ളം ഒരു ദിവസം കുടിക്കുന്നുണ്ടെങ്കിൽ ഹൈഡ്രേഷൻ രോഗപ്രതിരോധ ശേഷിക്ക് പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ കുട്ടികളുടെ ആരോഗ്യം കളയുന്ന ഭക്ഷണങ്ങൾ അധികം കൊടുക്കരുത്. പ്രത്യേകിച്ച് അമിതമായി മധുരം ചേർന്നിട്ടുള്ള, ബേക്കർ ചേർന്നിട്ടുള്ള, കളർ ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങൾ, പ്രിസർവേറ്റീവ് ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങൾ കുട്ടികൾക്ക് അധികം നൽകരുത്. കാരണം ഇവയ്ക്കകത്ത് അടങ്ങിയിട്ടുള്ള പലവിധ രാസവസ്തുക്കൾ കുടലിനകത്തുള്ള ഗുണകരമായിട്ടുള്ള ബാക്ടീരിയകളെ നശിപ്പിച്ച് കളയുകയും കുട്ടികൾക്ക് വളരെ പെട്ടെന്ന് അസുഖം വരുന്നതിന് കാരണമാവുകയും ചെയ്യും. പ്രതിരോധ ശേഷിക്ക് ഏറ്റവും പ്രധാനം ഉറക്കമാണ്. കുട്ടികൾക്ക് ഏറ്റവും കുറഞ്ഞത് 8 മുതൽ 9 മണിക്കൂർ ഉറക്കം വേണം. ഏതെങ്കിലും മാതാപിതാക്കൾ ഇത് ശ്രദ്ധിക്കുന്നുണ്ട്, അവർ ഉറങ്ങിക്കോളുമെന്ന് പറയാറുണ്ട്. അടുത്ത കാര്യം എന്ന് പറയുന്നത് കുട്ടികളുടെ സ്ട്രെസ്സാണ്. കുട്ടികൾക്ക് എന്ത് സ്ട്രെസ്, അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുന്നവർ മനസ്സിലാക്കുക. ഡോക്ടർമാരെ കാണുമ്പോൾ അവരെ പേടിച്ച് കരയുന്ന കുട്ടികളെ കണ്ടിട്ടില്ല. ഇതേപോലെ സ്കൂളിൽ അധ്യാപകരെ ഭയമാണ്, അതേപോലെ പുറത്തിറങ്ങുന്ന സമയത്ത് മനുഷ്യരെ ഭയമാണ്. കുട്ടികൾക്ക് ഉണ്ടാകുന്ന സ്ട്രെസ് അവരോട് ചോദിച്ചാൽ മനസ്സിലാകും. ഓവറായിട്ട് കുട്ടികളുടെ സ്ട്രെസ് ഉണ്ടെങ്കിൽ ആ ടെൻഷൻ കുറയ്ക്കാനുള്ള കാര്യങ്ങൾ നന്നായിട്ട് ആശ്വസിപ്പിക്കുക. കുട്ടികൾക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കാനായിട്ട് നോക്കുക. ടെൻഷൻ കുട്ടികളുടെ കുറയ്ക്കാൻ സാധിക്കും. കുട്ടികൾക്ക് അലർജി രോഗങ്ങളുണ്ടെങ്കിൽ അത് മാനേജ് ചെയ്യുക. കാരണം അലർജി ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് അസുഖങ്ങൾ കുറയും, പൂർണ്ണമായിട്ട് മാറത്തില്ല, വിട്ടുമാറാതെ വന്നുകൊണ്ടേയിരിക്കും. ഇത് എല്ലാ മാതാപിതാക്കളുടെ അറിവിലേക്കായിട്ടൊന്ന് ഷെയർ ചെയ്യൂ കേട്ടോ.